ബേസിലാണ്. എന്റെ കൂട്ടുകാരെ എവിടെ പോയാലും പ്രശ്നം എന്താന്നല്ലേ, ഞങ്ങള് പോയി പോയി 40 ഡ്രൈവർമാരായി. ഈ 40 ഡ്രൈവർമാര് കാലത്ത് 6 മണിക്ക് വരും, 2 മണി വരെ ഇരിക്കുന്ന റെസ്റ്റ് റൂമിൽ. ഈ റെസ്റ്റ് റൂമിൽ ഇരിക്കുമ്പോ റെസ്റ്റ് റൂമിൽ ആകെ 60 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉള്ളു. ഈ ഉള്ളിലത്തെ പണിക്കാര് ഈ പ്രൊഡക്ഷനിലൊക്കെ പണിയും കഴിഞ്ഞ് നടുവ് ഒടിഞ്ഞ് പൊടിയടിച്ച് ഇവര് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് ബ്രേക്ക് ടൈമിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്, വന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ 40 പേര് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവസ്ഥ ചെയ്യുന്നത്. അതും നമ്മുടെ ഭാഗത്ത് കുറെ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിത് വന്നിട്ട് കാലത്ത് എത്ര നേരം ഇരിക്കുക, കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ഓരോരുത്തർ വീട്ടിൽ കിടക്കുന്ന പോലെ കിടന്നു തുടങ്ങി, തലയിൽ കൈ കൊടുത്ത് വയറൊക്കെ പുറത്തിട്ടിട്ട്. എന്റെ കൂട്ടുകാരൻ അങ്ങനെ കംപ്ലൈന്റ് ആയപ്പോ ഞങ്ങൾ എല്ലാവരും താഴ്ത്തി വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പണി തരാണ്. നമ്മുടെ ഈ കമ്പനിയുടെ ആണ് ബേക്കറി സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ബ്രെഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നു. സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഇതിന്റെ കാലി വരും. കാലി വരുന്ന സമയത്ത് ഇതിൽ മൊത്തം പൊടിയും മണ്ണും ഒക്കെ ആയിരിക്കും. അപ്പോ ഈ ബേക്കറികളിൽ നിന്ന് ഈ വലിയ വണ്ടിയിലാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ വാഷിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസ്മെന്റിലാണ്, അങ്ങോട്ട് ഈ വണ്ടി പോവില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഈ വണ്ടിയിൽ നിന്ന് ഈ സാധനം നമ്മുടെ ഇവിടെ ഗ്രൗണ്ടിൽ ഇറക്കി വെക്കും. പിന്നെ നമ്മളിത് വണ്ടിയിൽ ലോഡ് ചെയ്ത് നമ്മൾ താഴത്തേക്ക് എത്തിച്ചിട്ട് അവിടെ ഇറക്കി കൊടുക്കണം. അതായത് ഇതാണ് നമ്മുടെ പണി. 20 പേര് മുകളില്, 20 പേര് താഴെ. ഇതിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ വണ്ടി മാറി മാറി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രീതി. അങ്ങനെ ഹെഡ് ഓഫീസിൽ നോക്കുന്ന സമയത്തും 20 പേര് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം വണ്ടി ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് പോലും വേണ്ട, ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് വണ്ടി താഴ്ത്തി പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ പോയി ഇറക്കി വരുമ്പോൾ ചിലപ്പോൾ 20 മിനിറ്റ് ഒക്കെ എടുക്കും. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമാണ്, ക്യാമറ ഇല്ലാത്ത എവിടെ വേണേലും പോയിട്ട് മൊബൈലിൽ നോക്കിയിരിക്കാം. നമ്മളിപ്പോ പറയാണ് അവിടെ 4 പേര് ഇറക്കാൻ നിൽക്കുമോ, ബാക്കി 16 പേര് അല്ലെങ്കിൽ 15 പേര് പോയിട്ട് ഉള്ളിലിരിക്കുകയാണ്. ഒരു ട്രിപ്പ് കഴിയുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ടീം വരും. അങ്ങനെയാണെന്നില്ല നമുക്ക് ചെയ്യാം, കാരണം താഴെ ഒരാൾ നോക്കുന്നില്ല. മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇരിക്കാനും സ്ഥലമില്ല. ഇവരിങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ മുകളിൽ തന്നെ നിൽക്കണം. അങ്ങനെ കുവൈറ്റുകൾ വന്ന് കംപ്ലൈന്റ് ആക്കി. കുവൈറ്റുകൾ ഇത്രയും ആൾക്കാർ വന്നിട്ട് എന്നാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കംപ്ലൈന്റ് ആക്കിയപ്പോൾ ഇവരെന്ത് ചെയ്തു, നിങ്ങൾ റെസ്റ്റ് റൂമിൽ തന്നെ ഇരുന്നോ, നിങ്ങൾ 3 ബാച്ച് ആവുക, അതായത് 14 പേര് 13 പേര് വെച്ചിട്ട് ബാച്ച് ആയിട്ട് അങ്ങനെ നിങ്ങൾ അവിടെ പോവുക. എന്നിട്ട് നിങ്ങൾ 4 പേര് മുകളിൽ നിൽക്കാൻ പാടില്ല, ബാക്കിയുള്ള ആൾക്കാർ താഴെ പോയി നിൽക്കുക. അങ്ങനെ പറഞ്ഞിട്ട് തീരുമാനം എടുത്തു എന്റെ കൂട്ടുകാര്. അങ്ങനെ ആയാലും നോക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ പ്രശ്നം സോൾവ് ആവുന്നില്ല. നമ്മുടെ ഈ പറഞ്ഞാൽ നമ്മുടെ ഈ ഇരുത്താണ് പ്രശ്നം. പക്ഷെ അവര് അന്നേരത്തെ അവിടുത്തെ ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കിയത്. അങ്ങനെ എന്റെ കൂട്ടുകാരെ പിന്നെ ഇവര് തീരുമാനിച്ചാണ് എന്നാൽ കുറേശ്ശെ അപ്പോഴേക്കും ഞങ്ങളുടെ മെഡിക്കലൊക്കെ കഴിഞ്ഞു, കുറേശ്ശെ ആൾക്കാരെ ഇവിടെ നിന്ന് എടുത്ത് ബേക്കറിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന്, അതായത് ഇവിടെ നിന്ന് എടുത്ത് അടുത്ത സൈഡിലേക്ക് തട്ടാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടുകാരെ എന്റെ കൂടെ വന്നവര് ഈ പറഞ്ഞവരെ ഒട്ടുമിക്ക ആൾക്കാരും ഇവര് 5 പേര് അങ്ങോട്ട് 5 പേര് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് 8-9 ബേക്കറി ഉണ്ട് കമ്പനിക്ക് മൊത്തം. ആ ബേക്കറിയിലേക്ക് ഇതാക്കി, ഇവിടുന്ന് ചേഞ്ച് ആക്കി വിട്ടു. എന്റെ കൂട്ടുകാരെ അവസാനം ഞാനും കരീമും മാത്രമാണ്, ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയില്ല, ആർക്ക് ലൈസൻസ് കിട്ടിയില്ല. ഞാനും കരീമും മാത്രമാണ് ഇവിടെ. അങ്ങനെ കരീമിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതിൽ അത്യാവശ്യം അറബി എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്നത് അവന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്റെ കൂട്ടുകാരെ ഞങ്ങൾ മാത്രം ഇവിടെ ആയി സവാലില്. അപ്പൊ എനിക്കറിയാവുന്ന, കാരണം ലൈസൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് തട്ടുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങളെ ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ പോലെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ലത്തീഫിക്കാണ്. കാരണം ഞങ്ങൾ ഇത്രയും ഡ്രൈവർമാർ വന്നപ്പോൾ പോലും പുള്ളിയുടെ വണ്ടിയുണ്ട്, കാറ്, പുള്ളിയുടെ സ്വന്തം വണ്ടിയുണ്ട്. അപ്പൊ ഈ വണ്ടിയില് പുള്ളി നമ്മളെ സിവിൽ ഐ ഡി ആണെങ്കിലും ഗവൺമെന്റ് എന്തൊരു കാര്യത്തിലാണെങ്കിലും പുള്ളിയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് നടന്നുകൊണ്ടിരുന്നത്. കമ്പനിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അഡ്വൈസ്, ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ പോലെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് പുള്ളിയാണ്. അപ്പൊ എന്റെ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾക്ക് സിവിൽ ഐ ഡി കിട്ടി. എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ഈ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് വിളിക്കുമ്പോൾ ലൈസൻസ് ഒന്നും ആയിട്ടാണ് ബേസിൽ ഇവിടെ വന്നപ്പോൾ നിറച്ചു പണിയാണ്. പുറത്ത് പോയവർക്കൊക്കെ കട്ട പണി. എടാ അത് ചെയ്യല് ഇത് ചെയ്യല്, ലേബർമാരെ പണി ചെയ്യല്, വണ്ടിയിൽ ഹെൽപ്പറായിട്ട് വിടല്, അങ്ങനെ ഇങ്ങനെ. കാരണം ലൈസൻസ് ഇല്ലാതെ അവിടെ വെറുതെ ഇരുത്തുമ്പോൾ ബേക്കറി ആകുമ്പോൾ അവിടെ ഈ പറഞ്ഞാൽ അവര് പറയുന്നതാണ് റൂള്. അപ്പോ എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയായി. അപ്പൊ അവര് പറഞ്ഞു ബേസിലെ സവാല കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, അവിടെ ഒരു പണിയില്ലടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ കൂട്ടുകാർ ലൈസൻസിന്റെ സമയമായി. എന്റെ കൂട്ടുകാരെ ലൈസൻസിന് തന്നെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തര് കൂട്ടത്തിലുള്ള 40 പേരുടെ ഓരോരുത്തരെ ലൈസൻസിന്റെ ഡേറ്റ് എടുത്തിട്ട് അങ്ങനെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ വരുന്നു. നമുക്ക് എന്റെ ലൈസൻസിന് വേണ്ടിയിട്ട്, ലൈസൻസിന്റെ ഡേറ്റിന് വേണ്ടിയിട്ട്, ടെസ്റ്റിന്റെ ഡേറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കൂട്ടുകാരെ. അടുത്ത എന്റെ വീഡിയോയില് എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.